സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജർമ്മൻ നിർമ്മിതമായിട്ടുള്ള ഡൂൾസ് ഫാഹർ അഗ്രോലെക്സ് 50 2021 മോഡല് 4-വീൽ ഡ്രൈവ് ട്രാക്ടറാണത്. 3 സിലിണ്ടർ 50 HP കാറ്റഗറിയിൽപ്പെട്ട ട്രാക്ടറാണത്. മറ്റുള്ള ട്രാക്ടറുകളെ അപേക്ഷിച്ച് കാണാൻ അത്രയ്ക്കൊന്നും ഒരു കാഴ്ചയ്ക്കില്ലെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള ട്രാക്ടർ കൂടെയാണത്. ആദ്യമായിട്ടാണ് ഈ ഒരു ട്രാക്ടർ ഞാൻ എടുക്കുന്നത്. കേരളത്തിൽ അപൂർവമാണ്. കേരളത്തിൽ ഒരു 5-6 വണ്ടികളെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാടാണ് അതിൻ്റെ ഷോറൂം ഉള്ളത്. കേരളത്തിന് പുറത്ത് തമിഴ്നാട്, കർണാടക അവിടെയൊക്കെ ഒരുപാട് ട്രാക്ടറുകൾ ഇതിലുണ്ട്. ഇതിൻ്റെ 4 വീലുകളും വലിയ ടയറുകളായതുകൊണ്ട് തന്നെ ചെളിയുള്ള ഭാഗങ്ങളിലൊക്കെ വണ്ടി നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. പവർ സ്റ്റിയറിങ്, ഡ്യുവൽ ക്ലച്ച്, പവർ ബ്രേക്ക്, ഇൻഡിപെൻഡൻറ്റ് ലിവർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇന്ന് ട്രാക്ടറുണ്ട്. ചെറിയ രീതിയിലുള്ള പെയിൻറ്റിങ്, ചെറിയ സ്പെയറുകളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അതൊക്കെ ചേഞ്ച് ചെയ്ത് ഈ 2 വലിയ ടയറുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ ഇനി കട്ട വളരെ കുറവാണ്. ഇതിൽ കട്ടയില്ല. ഇത് റീത്രെഡ് ചെയ്യാൻ പറ്റും ഈ കട്ട, പക്ഷേ അത് പുതിയത് മാറ്റാണ് അതിൻ്റെ ഒരു ഭംഗി. ബോണറ്റ് ഫുള്ളായിട്ട് പോളിഷ് ചെയ്താൽ ക്ലിയർ ആവും. അതേപോലെ ഹെഡ്ലൈറ്റുകൾ ചേഞ്ച് ചെയ്യാനുണ്ട്. ഡമ്മി ഗ്ലാസ് ചേഞ്ച് ചെയ്യാനുണ്ട്. ഫ്രണ്ടിൽ ബമ്പർ സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വയറിങ്ങുകളൊക്കെ ഒന്ന് അയച്ച് റീസെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ലൈറ്റുകൾ, മൊത്തത്തിൽ ഒരു ഡിസോർഡറായിട്ട് കിടക്കുകയാണ് വണ്ടി ഉള്ളത്. അപ്പോൾ അത് മൊത്തത്തിലൊന്ന് ക്ലിയർ ആക്കിയിട്ട് ചെയ്യണം. അതേപോലെ ഇത് ഓയിൽ ബ്രേക്കാണ്. ഓയിൽ ബ്രേക്ക് സിസ്റ്റമാണ് ഇതിനുള്ളത്. ഈ ഓയിൽ ബ്രേക്ക് സിസ്റ്റം ആകുമ്പോൾ സാധാരണ സിലിണ്ടറുകളാണല്ലോ ബസ്, ലോറി അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ഉണ്ടാവാറ്. ഇതിനും ഇവിടെ സിലിണ്ടർ തന്നെയാണ് ഈ ഭാഗത്ത്. പക്ഷേ ഇതിൻ്റെ ഹൗസിങ്ങിൻ്റെ ഉൾഭാഗത്തായിട്ട് അത് വേറൊരു സിസ്റ്റമാണ്. കാറ്, പിക്കപ്പ് അതുപോലെയുള്ള ഒരു ബ്രേക്ക് സിസ്റ്റമാണ് ഇതിൻ്റേത്. സെപ്പറേറ്റ് ബ്രേക്ക് ഓയിലിൻ്റെ ടാങ്ക് ഉണ്ട് സ്റ്റിയറിങ്ങിന് തൊട്ട് താഴെയായിട്ട്. അതിൽ ബ്രേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഈ ബ്രേക്ക് പെഡലിൻ്റെ തൊട്ടടുത്തുള്ള ഈ മാസ് സിലിണ്ടറിലേക്ക് ഓയിൽ എത്തുന്നത്. അതുവഴിയാണ് ഇതിന് പവർ വരുന്നത്. സാധാരണ ട്രാക്ടറുകളിൽ ഹൗസിങ്ങിലത്തെ ഓയിൽ വഴിയാണ് അതിന് പവർ ഉണ്ടാവുന്നത്. ഈ ഒരു ടൈപ്പ് അല്ല. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തെ ഒരു കണ്ടീഷൻ. വേറെ റേഡിയേറ്ററിൻ്റെ കംപ്ലൈൻറ്റുകളൊന്നുമില്ല. ഇതിലത്തെ ബാറ്ററി ചാർജിന് വേണ്ടി കൊണ്ടുപോയതാണ്. ചാർജ് ഫുള്ളായിട്ട് ഡിമ്മായിരുന്നു ഇതിലത്തെ. ബാക്കി എൻജിൻ റൂം കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇതിൻ്റെ എൻജിൻ്റെ ഈ സിലിണ്ടർ ഭാഗം ഇങ്ങനെയാണ്. സ്വരാജിൻ്റെ ടൈപ്പാണ് കാണുന്നത്. മഹീന്ദ്ര, ജോണ്ടിയറൊക്കെ ആകുമ്പോൾ മൊത്തത്തിലുള്ളൊരു കാഴ്ചയാണ് ഉണ്ടാവുക. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് അയച്ചിട്ട് സിലിണ്ടറുകളൊക്കെ മാറ്റാൻ സാധിക്കുമെന്നാണ് കാണാൻ കഴിയുന്നത്. പമ്പ് സാധാരണ നോർമൽ പമ്പ് തന്നെയാണ്. ഇതിൻ്റെ ഹൈഡ്രോളിക് പമ്പും പവർ സ്റ്റിയറിംഗ് പമ്പും ഈ സൈഡിലാണ്. സ്റ്റാർട്ടിംഗ് മോട്ടോർ ഈ ഒരു ഭാഗത്താണ്. ടർബോ സിസ്റ്റം അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടർബോ അല്ല. ടർബോ ആണെങ്കിൽ വേറെ അതിന് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കവറിങ് ആണ് ഇതിലുള്ളത്. സാധാരണ ഇപ്പോൾ പുതിയ വണ്ടികൾക്കാണ് ഇങ്ങനത്തെ സിസ്റ്റം വരുന്നത്. പക്ഷേ ഇത് മുൻപ് തന്നെ തുടങ്ങിയിട്ടുണ്ട് കമ്പനി. അതിൻ്റെ മീറ്റർ ബോർഡ് ഈ സെറ്റപ്പ് ഇങ്ങനെയാണ്. ഈ ഒരു ലുക്കിലാണ് മീറ്റർ ബോർഡ് ഉള്ളത്. ഇതിലൊക്കെ ഇനി പെയിൻ്റൊക്കെ വന്ന് ക്ലിയർ ആകുമ്പോൾ വണ്ടി നല്ല ലുക്കിലേക്ക് മാറും. ഓക്കെ, എന്തായാലും ഇത്രത്തോളമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി ബാക്കിയുള്ള റീസ്റ്റോറേഷൻ വർക്കുകളൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ വരും. ഓക്കെ, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.